ഇവിടെയാണ് മഹ്ശറ, ഇവിടെയാണ് ഹിസാബ്, ഇവിടെയാണ് കിതാബ്, ഇവിടെയാണ് ആദ്യ സ്വർഗം, ഇവിടെയാണ് ആദ്യ നരകം. കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ നിരത്തുന്നത് പോലെ ഭൂമിയെ വൈബ്രേറ്റ് ചെയ്ത് അല്ലാഹു തആല ഖാഅൻ സഫ്സഫാ, ഒരു സമനിരപ്പായ മൈതാനമായി നിരത്തി വിരിച്ചിട്ട് അള്ളാഹു ഇവിടെയാണ് നമ്മുടെ വിചാരണ നടത്തുക. ഈ വിചാരണയ്ക്കുള്ള ഒരു ഭൂമികയായി പടച്ച തമ്പുരാൻ ഇതിനെ മാറ്റും എന്ന് അള്ളാഹു ഒരിടത്തല്ല ഒരുപാട് പറയുന്നുണ്ട്. മൊത്തം ഭൂമിയെ ഇടിച്ചു നിരത്താറില്ല. അതിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ അല്ലാഹു തആല ഇടിച്ചു നിരത്തി ധൂളികളാക്കി ആ നിമ്നോന്നതങ്ങളെ അല്ലാഹു തആല നികത്തിക്കളയും. ഇന്നാ ജഅൽനാ മഅൽ അർളി സീനത്തൻ ലഹാ, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലാഹു ചില അഴകായി അലങ്കാരങ്ങളായി ചിലതിനെ എല്ലാം അല്ലാഹു തആല പൊക്കി നിർത്തിയതാണ്. പർവ്വതങ്ങളെ, താഴ്വാരങ്ങളെ, അവിടെ ഉയർന്നു നിൽന്ന വൃക്ഷങ്ങളെ ഭൂമിക്ക് അഴകായി അലങ്കാരമാക്കി അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. നിങ്ങളിൽ ഓരോരുത്തരും അവിടെ നല്ലത് ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് ആരെന്ന് കാണാൻ വേണ്ടിയാണ് ഭൂമിയെ നാം ഇങ്ങനെ ചില ഭാഗം ഉയർത്തിയത്, ചില ഭാഗം താഴ്ത്തിയത്. 9 കിലോമീറ്റർ ഹിമാലയം ഉയർന്നപ്പോൾ ഭൂമിയുടെ മറുഭാഗത്ത് 9 കിലോമീറ്ററിൽ ശാന്തസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മറീന ട്രഞ്ച് രൂപപ്പെടുത്തിയത്. ഇവിടെ ഉയർന്നപ്പോൾ അവിടെ താഴ്ന്നു, അവിടെ താഴ്ന്നപ്പോൾ ഇവിടെ ഉയർന്നു. അങ്ങനെ അള്ളാഹു ഇതിനെ സംവിധാനിച്ചതാണ്. ഈ നിമ്നോന്നതങ്ങളെ അള്ളാഹു തആല ഇതിനെ അടിച്ചുടച്ച് നിരത്തി സമതലമാക്കി മാറ്റുന്നതാണ്. നാം നാളെ ഇതിനെ മൊട്ടയായ ഒരു സമതല പരപ്പാക്കി മാറ്റുന്നതാണ് ഈ ഭൂമിയെ. എല്ലാം നിരപ്പാക്കപ്പെടുമ്പോൾ, വലിച്ചു നീട്ടപ്പെടുമ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അത് പുറത്തോട്ട് ഛർദ്ദിച്ച് അകം ശൂന്യമാകും, കാലിയാകും. ആ കാലിയാകുമ്പോൾ അകത്തുള്ള ഗന്ധകങ്ങൾ, അകത്തുള്ള ലാവകൾ, അകത്തുള്ള അപാരമായ താങ്ങാനാവാത്ത അപാരമായ ചൂടുണ്ടല്ലോ, അതെല്ലാം വെളിയിൽ വരും. നരകത്തിൻ്റെ വിശേഷണങ്ങളായി പറയപ്പെട്ടത് അത് തന്നെയല്ലേ? നരകത്തിൻ്റെ ഒരു ലെയറ് ഭൂമിയെ അടിച്ചുടച്ച് നിരപ്പാക്കപ്പെടുമ്പോൾ ഈ ഭൂമിയുടെ നരകം ഇവിടെ രൂപാന്തരപ്പെടും. ഭൂമിയുടെ പ്രാഥമിക സ്വർഗവും ഇവിടെ തന്നെയാണ്. പ്രാഥമിക സ്വർഗം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്ർ നാം കുറേ ആഴ്ചകളായി ചർച്ച ചെയ്തു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം ഈ ലോക ജീവിതം സ്ഥായിയല്ല എന്നതാണ്. ഈ ലോകത്ത് കുറച്ചു കാലം തഴച്ചു നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന, സ്ഥായീഭാവം ധ്വനിപ്പിക്കുന്ന സംഗതികളൊന്നും യഥാർത്ഥത്തിൽ ചിരസ്ഥായിയല്ല, അതൊന്നും ചിരംജീവിയല്ല. എല്ലാം താൽക്കാലിക പ്രതിഭാസങ്ങളാണ് എന്ന യാഥാർത്ഥ്യത്തെ ഈ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും വ്യത്യസ്തതകളിലേക്കുള്ള പരിവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുകയും പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് ഉറ്റുനോക്കി ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ലോകത്ത് ഒരു കാലത്ത് തുല്യതയില്ലാത്ത സമൂഹങ്ങളായി, സമുദായങ്ങളായി വിളങ്ങിയും തിളങ്ങിയും വിരാജിച്ച ആദ്, സമൂദ്, ഫറവ സാമ്രാജ്യങ്ങളെയെല്ലാം റബ്ബ് തആല വളരെ പരിതാപകരമാം വിധം ഈ ലോകത്ത് തകർത്തെറിയുകയും ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അവർ ആഴ്ത്തപ്പെടുകയും ചെയ്ത ചരിത്രത്തിൽ നിന്നെങ്കിലും നിങ്ങൾ പാഠം പഠിച്ചാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സുഖകരമായ കാലാവസ്ഥ, അംഗീകാരങ്ങൾ, സുഭിക്ഷതകൾ ഇതെല്ലാം താൽക്കാലിക പ്രതിഭാസമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണം മാത്രമാണ്. സുഖം തരുന്നതും പരീക്ഷണം, ദുഃഖം തരുന്നതും പരീക്ഷണം, സമ്പത്ത് തരുന്നതും പരീക്ഷണം, ദാരിദ്ര്യം തരുന്നതും പരീക്ഷണം. സത്യത്തിൽ ഈ പരീക്ഷണത്തെ വിജയകരമായി അതിജീവിക്കുന്നത് ആര് എന്നുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ട് മാറ്റം വരികയില്ല എന്ന് വിചാരിക്കുന്ന മൗഢ്യത്തിന് നമ്മളാരും അടിമകളാകരുത്. മാറ്റം 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 മാത്രമാണ് ലോകത്തിൻ്റെ പൊതുനിയമം, പ്രകൃതിയുടെ നിയമം. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നാണ് പലരും പറയുക. മാറ്റമില്ലാത്തത് മാറ്റുന്നവന് മാത്രമാണ്, മറ്റെല്ലാത്തിനും മാറ്റമുണ്ടെന്നുള്ളതാണ്. ഒരു ഭൗതികവാദമായി, ഒരു മുദ്രാവാക്യമായി ഉയർത്താറുണ്ട്, ലോകം മുഴുവൻ മാറുകയാണ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്.
പക്ഷെ നാം പറയുന്നു വളരെ കൃത്യമായി, മാറ്റമില്ലാത്തത് മാറ്റത്തിനല്ല, മാറ്റുന്നവന് മാത്രമാണ്. മാറ്റുന്നവന് മാത്രം മാറ്റമില്ലാത്ത ഒരു ലോകത്താണ്. അതുകൊണ്ട് മാറ്റുന്നവനിൽ പ്രതീക്ഷ അർപ്പിക്കുവാനാണ് സൂറത്തുൽ ഫജ്ർ നമ്മളോട് പറയുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് നിങ്ങളുടെ സമ്പന്നത, അത് നിങ്ങളുടെ വിജയത്തിൻ്റെ ആധാരമല്ല. നിങ്ങളുടെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ആദരവിൻ്റെ അടയാളവുമല്ല. ആ സമ്പന്നതയിൽ നിങ്ങൾ നിഗളിച്ചതുകൊണ്ടോ വിരാജിച്ചതുകൊണ്ടോ നാളെ നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു അടയാളവും അതിലില്ല. മറിച്ച് നിങ്ങൾ ദാരിദ്ര്യത്തിന് നാളുകളിൽ വഴിമാറാൻ പോവുകയാണ്, ഇല്ലായ്മകൾക്ക് നിങ്ങൾ വഴിമാറുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു നിങ്ങൾക്ക് ലഭിച്ച സുഭിക്ഷതയുടെ, സമ്പന്നതയുടെ, സുഖ സൗകര്യാദികളുടെ നാളുകളെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളോടൊത്ത് കഴിഞ്ഞ നിങ്ങളുടെ സഹജീവികൾക്ക് വേണ്ടി, ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, അവകാശികൾക്ക് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചത് ഇതെല്ലാം നിങ്ങൾക്കെന്നും അള്ളിപ്പിടിച്ച് കഴിയാമെന്ന മനോഭാവം കൊണ്ടാണ്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങളിൽ എന്നും നിലനിൽക്കുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചുകൊണ്ട് അനാഥയെ അവഗണിക്കുന്നത്, അതുപോലെ തന്നെ അഗതിക്ക് അന്നം കൊടുക്കുന്നതിന് വിമുഖത കാണിക്കുന്നത്, അവകാശികളുടെ അവകാശം പിടിച്ചു വെച്ച് അത് തൻ്റേതാക്കി മാറ്റുന്നത്, അതുപോലെ ധനത്തെ അമിതമായ ആർത്തിയോടുകൂടി ധനത്തെ നിങ്ങൾ സമീപിക്കുന്നത് നിങ്ങളുടെ അപജയത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അഭാവമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് വളരെ വ്യക്തമായ ഭാഷയിൽ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ മാൽ എന്ന് മനുഷ്യൻ പറയാറുണ്ട്. മാലിനെക്കുറിച്ച് ഏത് ഭാഷയിലും എടുത്താൽ തൻ്റേതെന്നർത്ഥം വരുന്ന പദമാണ് മാൽ എന്നുള്ളത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തമായത്, തൻ്റേതായത്, തൻ്റേത് എന്നാണ് സ്വത്ത് എന്ന് അർത്ഥത്തിൽ പറയാറുള്ളത്. സ്വത്താണ്, ഇതെൻ്റേതാണ്. അറബി ഭാഷയിലും മാൽ എന്നാണ് പറയുക. മാ ലീ, എൻ്റേത് എന്നാണ് അതിനർത്ഥം. മാ ലീ, എനിക്കുള്ളത്, എനിക്ക് അവകാശപ്പെട്ടത്, എൻ്റെ അധികാരത്തിലുള്ളത്. ആ മാ ലീയാണ് യഥാർത്ഥത്തിൽ സംക്ഷേപ രൂപത്തിൽ മാലായി മാറിയത്. മാ ലീയിൽ യാ അങ്ങ് പോയി. ഉപയോഗത്തിൻ്റെ സാധാരണത്വത്തിന് വേണ്ടിയിട്ട് മാലി, മാലായതാണ്. അതാണ് ധനമെന്ന് പറയുന്നത്. എൻ്റേതെന്നാണ് പലപ്പോഴും മനുഷ്യൻ ധനത്തെക്കുറിച്ച് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാൽ എൻ്റേതെന്ന് ഈ ഭൂമിയിൽ അവകാശപ്പെടുന്ന മനുഷ്യൻ്റെ ആ അവകാശവാദത്തിൻ്റെ അന്തസ്സാര ശൂന്യതയെ വ്യക്തമാക്കിക്കൊണ്ട് ധനക്കൊതിയന്മാരെ തിരുത്തുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയുകയുണ്ടായി, യഖൂലുൽ അബ്ദ്, ഒരു ദാസൻ, ഒരു മനുഷ്യൻ പറയുകയാണ്, മാലി മാലി, എൻ്റെ ധനം എൻ്റെ ധനമെന്ന്, എൻ്റേതെന്ന് പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വ ഇന്ന മാലഹു, എന്നാൽ അവൻ്റെ മാലഹു, അവൻ്റെ മാൽ, മിമ്മാലിഹി, അവൻ്റെ ധനത്തിൽ നിന്ന് അവൻ്റെ മാലഹു മിമ്മാലിഹി, അവൻ്റെ ധനത്തിൽ നിന്ന് അവനുള്ളത്. രണ്ടും പദമൊന്നാ. അവൻ്റെ ധനത്തിൽ നിന്ന് അവനുള്ളത്. ഇന്ന മാലഹു മിമ്മാലിഹി, അവൻ്റെ ധനത്തിൽ നിന്നെന്നാൽ അവനുള്ളത് സലാസ്, മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. 3 എണ്ണമാണ് ഈ ധനം എൻ്റേതാണെന്നും പറഞ്ഞ് 100 കോടിയുണ്ട്, 1000 കോടിയുണ്ട്, 10,000 കോടിയുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ടെന്നൊക്കെ അവകാശപ്പെട്ടത് എൻ്റേത് എന്ന് പറയുന്നവനോട് റസൂലുള്ളാഹി പറയുകയാണ്, അവൻ്റേത് എന്ന് പറയാൻ അവൻ്റെ ധനത്തിലാകെയുള്ളത് മാ അകല ഫഅഫ്ന, തിന്ന് നശിപ്പിച്ചത്, തിന്ന് തീർത്തത്, അവൻ്റെതായി. എത്ര തിന്നാനാകും നമുക്ക്? എത്ര തിന്നാനാകും? ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായ 10,000 കോടിയുടെ ആസ്തിയുള്ള മുതലാളിക്കും ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പിഞ്ഞാണം ഭക്ഷണമാണ്. അത് ചോറോ മറ്റെന്തോ ആകാം. അത്താഴ പട്ടിണിക്കാരനും അത്രയും മതി. അപ്പോൾ ഇവൻ എത്ര കിട്ടും? ഏറ്റവും വലിയ പട്ടിണിക്കാരന് അവൻ്റെ വിശപ്പടക്കാൻ വേണ്ടത് അവൻ്റെ വയറ് നിറയോളം നെറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവൻ. വളരെ നിസ്സാരമായ ആ ജീവനെ പോറ്റുവാൻ അത്ര ദുഃഖിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്ന കവി പറയും പോലെ, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ശരി,
ഒരു മനുഷ്യൻ എനിക്ക് 100 കോടിയുടെ ആസ്തി ഉണ്ട്, അതുകൊണ്ട് രാവിലെ വരുമ്പോൾ ഒരു 100 ഇഡ്ഡലി പോരട്ടെ, പാവപ്പെട്ടവൻ തിന്നുന്ന 3 ഇഡ്ഡലി തിന്നാൽ എനിക്കെന്താകാനാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിനക്കെന്ത് കിട്ടി? നിനക്ക് നിൻ്റേതാക്കാൻ എത്രയുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദാർശനികമായി ചോദിക്കുക, നിനക്കെന്താണ് കിട്ടിയേ? നിനക്ക് കിട്ടിയത്, നിനക്ക് തിന്നാൻ കിട്ടിയത് നിൻ്റെതാണ്. നിൻ്റെ ഉള്ളിൽ പോയി, നിൻ്റെ ജീവനായി, നിൻ്റെ ശരീരമായി പരിണമിച്ചു. നിനക്ക് അവന് തിന്ന് ദ്രവിപ്പിച്ചത്, ദഹിപ്പിച്ചത് അവൻ്റേത് തന്നെയാണ്. അത് അവൻ്റേതല്ലെന്ന് പറയുക സാധ്യമല്ല. അതാണ് അവൻ്റെ ധനത്വം. എത്ര കൂമ്പാരമുണ്ടെങ്കിലും തൻ്റെ ധനത്തിൽ നിന്ന് മാലി മാലി, എൻ്റെ സ്വത്തെന്ന് പറയുന്നവന് അവൻ്റേതായുള്ളത് അതാണ്. അല്ലെങ്കിൽ ഉടുത്ത് പഴക്കിയത്. റസൂലുള്ളാഹി പറയാം, അവൻ ശരീരം മറച്ച് വസ്ത്രം ധരിച്ച് ഉടുത്ത് പഴകിയ വസ്ത്രങ്ങളുണ്ടല്ലോ, അതും അവൻ്റേത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതും ഒന്ന് വലുതാക്കാൻ കഴിയുന്നില്ല. സാധാരണ ഷർട്ടിൻ്റെ അളവ് പണ്ടൊക്കെ എനിക്ക് അറിയാവും, ഇപ്പോൾ അറിയില്ലെങ്കിലും ഒരു 1.50 എടുത്താൽ സാധാരണ ഒരു പ്രായമായ ആൾക്ക് ഷർട്ടിന് തികയും അത്രേ. ഏറ്റവും വലിയ മുതലാളിക്കും ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോളിക്കടയിൽ ചെന്ന് ആ മുതലാളി എടുത്ത അതേ പീസിൽ നിന്ന് 1.80 മുറിച്ചിട്ടൊരു ഷർട്ട് തയ്ച്ചിടാനല്ലാതെ എനിക്കൊരു 18 മീറ്റർ പോരട്ടെ, പാവപ്പെട്ടവൻ 1.80 എന്ന് മുതലാളി പറഞ്ഞിട്ട് കാര്യമുള്ളതുണ്ടോ? ഇല്ല. അപ്പോൾ അവൻ ഉടുക്കുന്നത് അവൻ്റെതാ. പക്ഷെ അവൻ എത്രേ ഉടുക്കാനാവൂ? ഇത്രേ ആകൂ. അവൻ ഉടുക്കാനാവുന്നത് അവൻ്റെതാണ്. അവൻ ഉടുത്ത് പഴക്കിയത്. അതുകൊണ്ടാണ് മുതലാളി ഉടുക്കാനാവാത്തത് കൊണ്ടാണ് 500 കോടിയുടേത് ഉടുത്ത് കല്യാണ ആർഭാടം കാണിക്കുന്നത്. 500 കോടിയുണ്ട്, ഇത്രയും ദേഹത്തെ ഇടാൻ പറ്റുള്ളെങ്കിലും അത് 500 കോടിക്ക് കിട്ടുമെന്ന് മനസ്സിലായില്ലേ? അവൻ്റെ പണത്തിൻ്റെ ഹുങ്ക് കാണിക്കാൻ അവൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ പണം തൻ്റേതാകുന്നത് അവനറിയാം. തിന്നാലോ ഉടുത്താലോ ഒക്കെ അവൻ്റെ ആകുള്ളൂ. അതുകൊണ്ട് ആവുന്നത്ര വില കൂടിയത് ഉടുക്കാമെന്ന ഈ മൂഢ വിചാരത്തിനൊരു മുതലാളി 500 കോടിക്ക് മോന് കല്യാണ വസ്ത്രം ധരിപ്പിച്ചത് ഈ ഉടുത്തതേ എനിക്കുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ്. സത്യത്തിൽ എത്രയാണ് നമുക്ക് ഉടുക്കാനാവുക? ഒരു മനുഷ്യന് ഒരു ധനം എത്രയുണ്ടെന്ന് അവകാശപ്പെട്ടാലും അതിൽ അവൻ അനുഭവിക്കാനുള്ളത് അവൻ കഴിച്ച് ദഹിച്ചതാണ്, അവൻ ഉടുത്ത് ദ്രവിച്ചതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൂന്നാമതൊന്നുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ അവൻ്റെത്. അല്ലെങ്കിൽ കൊടുത്ത് മുതലാക്കിയത്, മുതൽ കൂട്ടിയത്, കൊടുത്ത് നിക്ഷേപിച്ചത്, അതവൻ്റെതാണ്. ഒമാസി വദാലിക ഫഹുവ ദാഹിബ്, അതല്ലാത്തതെല്ലാം അവനെ വിട്ടുപോകും. വതാരികുഹുലക, അത് മറ്റുള്ളവർക്ക് അവകാശികൾക്ക് ഇട്ടെറിഞ്ഞു പോകേണ്ടതാണ്. പിന്നെ ഇവൻ എന്താണ് എൻ്റെ ധനം എന്ന് പറയുന്നത്? 10,000 കോടിയുടെ ആസ്തിയുള്ളവനും കണ്ണൊന്ന് ചിമ്മിയാൽ, കണ്ണൊന്നടഞ്ഞാൽ, റൂഹങ്ങ് പിരിഞ്ഞാൽ പിന്നെ ഇതവനുണ്ടോ? അവൻ്റേതാണെന്ന് അവൻ പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ധനത്തെക്കുറിച്ചുള്ള ഈ മിഥ്യാബോധങ്ങളും അബദ്ധസങ്കല്പങ്ങളും തിരുത്തി ധനത്തെക്കുറിച്ച് എന്താണ് അവനവനുള്ളതെന്ന തിരിച്ചറിവ് ആർജിച്ചുകൊണ്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് അത് അവൻ്റെ വരും ലോകത്ത് മുതൽ കൂട്ടുക എന്നുള്ളതാണ് ബുദ്ധിമാനായ മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഈ ബുദ്ധി മനുഷ്യർക്ക് വളരെ കുറവാണ്. ഈ ബുദ്ധി, ഈ മോഡലോകത്തിൻ്റെ വ്യാമോഹങ്ങളിൽ വ്യാപരിക്കുന്ന മനുഷ്യന് ഈ ബുദ്ധി നന്നേ കുറവാണ്. അവൻ ഒരിക്കലും അത് ചിന്തിക്കാറില്ല. ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട്, ഇതിങ്ങനെ ഇട്ടേച്ച് പോയിട്ട്, ഇത്ര ഏക്കറുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്ന് ചിന്തിക്കാൻ അവനെ പിശാച് സമ്മതിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ധനത്തോടുള്ള അമിതാർത്തിയിൽ നിന്ന് മോചനം നേടുക വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളോട് പറഞ്ഞ ഈ ബോധമില്ലാതെ നമ്മൾ ധനത്തെ അവകാശികൾക്ക് വേണ്ടി മാറ്റിയിട്ടിട്ട്, അവകാശികൾക്ക് വേണ്ടി മാറ്റിയിടുന്നത് അവകാശികളോടുള്ള സ്നേഹം കൊണ്ടുപോലുമല്ല, വേറെ ആർക്കും കിട്ടരുതെന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ നാൾ 3 പെൺമക്കളാണ്. പെൺമക്കൾക്ക് ഇസ്ലാമിക വിഹിതമനുസരിച്ച് പെൺമക്കൾ മാത്രമുള്ള പിതാവിന് 3/2 പെൺമക്കൾക്ക് അവകാശമുള്ളൂ. മറ്റ് പിതാവിൻ്റെ സഹോദരങ്ങളടക്കമുള്ളവർക്ക്, കാരണം പെൺമക്കൾ മാത്രമാകുമ്പോൾ അവരുടെ പരിരക്ഷ ഇസ്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ചില അവകാശികളുണ്ട്, ഉത്തരവാദികളുണ്ട്. അവർക്ക് കൂടി അതിൻ്റെ ഒരു പങ്ക് 3/1 പോകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ പെൺമക്കൾക്കല്ലാതെ എൻ്റെ വാപ്പയും ഉമ്മയും പെറ്റ, എൻ്റെ ഭാര്യ, അന്യയായ ഭാര്യ പെറ്റ മകൾക്കല്ലാതെ പാടില്ല, എൻ്റെ വാപ്പയും ഉമ്മയും പെറ്റ എൻ്റെ അനുജനും ചേട്ടനും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ഒരുത്തൻ കെട്ടിയോളെ കെട്ടിയത്. ഒന്നും കൂടെ
കെട്ടിയോളെ കെട്ടിയത് ഒരു വക്കീൽ കണ്ടില്ലായിരുന്നു നിങ്ങൾ? അവൻ കെട്ടിയോളം ഒന്നോടെ കെട്ടി രജിസ്റ്റർ മാര്യേജ് നടത്തിയിട്ട് ശരീഅത്ത് വിരുദ്ധമായ നിലയിൽ ആ സ്വത്ത് മുഴുവൻ തൻ്റെ മകൾക്ക് മാത്രമാകാൻ, തൻ്റെ പെൺമക്കൾക്ക് മാത്രമാകാൻ, സ്വന്തം മാതാവിനും പിതാവിനും ഒന്നിച്ചൊരു വയറ്റിൽ തന്നെപ്പോലെ കിടന്ന അനുജനും ചേട്ടനും പോകാതിരിക്കാൻ ആ നിയമത്തെ മറികടക്കാൻ വേണ്ടി കുൽസിത വിദ്യ കാണിക്കുന്നവൻ എത്രമാത്രം ധനത്തിൻ്റെ അടിമയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര വലിയ അടിമയാണ്! അടിമത്വം എന്നല്ല അതിന് വല്ലതും പറയാനുണ്ടോ? എൻ്റെ മകൾക്ക് എത്ര ഉണ്ടെങ്കിലും അത് എത്ര നൂറുകണക്കിന് കോടികൾ എൻ്റെ പെൺമക്കൾക്ക് കിട്ടിയാലും അതിൻ്റെ ഒരു പങ്ക് എൻ്റെ അനുജന് പോകരുത്, ചേട്ടന് പോകരുതെന്ന് വിചാരിക്കുന്ന ഈ മൂഢബോധവുമായിട്ടാണ് മനുഷ്യൻ മാലി എൻ്റെ ധനം എന്ന് പറഞ്ഞ് പായുന്നതിനിടയിൽ അസ്രായേലിൻ്റെ പിടിയമരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ധനാർത്ഥിയിൽ അഭിരമിച്ചവർ ഈ ലോകത്തൊന്നും നേടിയിട്ടില്ല. എന്നാൽ നേടേണ്ടത് എന്തെന്നറിയുമോ? ആർക്കെങ്കിലും നീ അത് കൊടുത്തിട്ട് അത് നിന്റെ പരലോകത്തേക്ക് മുതൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതവിടെ കിടക്കും. അത് അക്കൗണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ മുൻകൂർ അയച്ചത് എന്താണ് എന്ന് ഓരോ ആത്മാവും ആലോചിക്കട്ടെ. നാളേക്ക് എന്തുണ്ട് ഇവിടെ ഇട്ടേച്ച് പോവുക. ഈ ഭൂമിക്ക് വരാൻ പോകുന്ന പരിണാമം എന്താണെന്ന് ഇനി പറയാൻ പോകുന്നതല്ല. നീ ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ കള്ളപ്പരിപാടികൾ നടത്തി ഇവിടെ ആർജിച്ച് നിൻ്റേതാണെന്ന് വെറുതെ മേൽവിലാസവും പേര് നടന്ന, നീ അത് തിന്നിട്ടില്ല, നീ അത് ഉടുത്തിട്ടില്ല, നീ അത് കൊടുത്തിട്ടില്ല ആർക്കും. അങ്ങനെ എൻ്റേതെന്ന് പറഞ്ഞ് വെറും വിഡ്ഢിയെപ്പോലെ അവൻ്റെ മേൽവിലാസം പേര് നടന്ന ആ ധനത്തിന്, ആ ഭൂമിക്ക്, നീ വിട്ടും വെച്ചും പോയ ഭൂമിക്ക് വരാൻ പോകുന്ന പരിണാമം നീ കേട്ടോളൂ, പുറകെ വരുന്നുണ്ട്. അത് കൂട്ടത്തിൽ റസൂലുള്ളാഹി പറയുകയാണ്, യത്ബഉൽ മയ്യിത്ത സലാസ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരണമടഞ്ഞാൽ വിട പറയുമ്പോൾ 3 കാര്യങ്ങളാണ് അവനെ തുടർന്നു പോവുക. റസൂലുള്ളാഹി പറഞ്ഞു, രണ്ടെണ്ണം തിരിച്ചു വരും, ഒന്ന് അവനോടൊത്തുണ്ടാകും, ഒന്ന് അവൻ്റെ കൂടെ ഉണ്ടാകും. 3 സംഗതികൾ അവൻ്റെ കൂടെ പോകും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവൻ്റെ വീട്ടുകാരും അവൻ്റെ ധനവും അവൻ്റെ കർമ്മങ്ങളും അവൻ്റെ കൂടെ സഞ്ചരിക്കും. അവൻ്റെ വീട്ടുകാർ പോകും, അവൻ്റെ ധനവും പോകും. പണ്ടൊക്കെ ഉള്ള ധനം, സ്ഥാവര സ്വത്തുക്കളൊക്കെ മയ്യത്തിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന പതിവ് പോലും ഉണ്ടായിരുന്നു അവൻ്റെ ആർഭാടം കാണിക്കാൻ. അങ്ങനെ ധനവും പോകും. അതുപോലെ തന്നെ അവൻ്റെ ഉള്ളതൊക്കെ ഒരു പക്ഷെ കൂടെ പോകും. അതുപോലെ തന്നെ അവൻ്റെ വീട്ടുകാരും പോകും, അവൻ്റെ അമലും കൂടെ പോകും. അത് കൂടെ എപ്പോഴും ഉണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവൻ്റെ വീട്ടുകാരും ധനവും തിരികെ പോരും. വീട്ടുകാരും പോകും തിരിച്ച്, ധനവും പോകും തിരിച്ച്. വയബ്ഖാ അമലുഹു, അവൻ ചെയ്ത അമല് മാത്രം കൂടെ ഉണ്ടാകും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 സഹോദരന്മാർ, കൂട്ടുകാർ ഒരാൾക്കുണ്ടായിരുന്നു. ആ കൂട്ടുകാരെ വിളിച്ച് കൂട്ടുകാരൻ 3 കൂട്ടുകാരോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ മരിച്ചാൽ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞു, നീ മരിച്ചാൽ മരിക്കുന്നതോടുകൂടി ഞാനും നീയും തമ്മിലുള്ള ബന്ധം അവസാനിക്കും. മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, നീ മരിച്ചാലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും, നിന്നെ കുളിപ്പിക്കും, നിന്നെ കഫൻ പുടവ അണിയിക്കും, നിന്നെ വളരെ ആദരവോടുകൂടി ഞാൻ കൊണ്ടുപോയി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഖബറടക്കി പിടിമണ്ണ് വാരിയിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ മടങ്ങും എന്ന് രണ്ടാമതൊരു കൂട്ടുകാരൻ. മൂന്നാമതൊരു കൂട്ടുകാരൻ പറഞ്ഞു, നീ മരിച്ചാലും നിന്നെ ഞാൻ വിട്ടുപിരിയില്ല, നിൻ്റെ ഖബറിൽ നിന്നോടൊപ്പം ഞാനുണ്ടാകും, മുൻകർ നക്കറിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തോന്നിപ്പിച്ചുകൊണ്ട് നിന്നോടൊപ്പം ഞാനുണ്ടാകും, ഹിസാബിൻ്റെ ഹഷറിൻ്റെ കിതാബിൻ്റെ വേളകളിലെല്ലാം നിന്നോടൊപ്പം ഉണ്ടാകും, നിന്നെ സ്വർഗത്തിലെത്തിച്ച് നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ മറ്റൊരു കൂട്ടുകാരൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആദ്യത്തെ കൂട്ടുകാരനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചതേ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ധനമാണെന്ന്. ഈ ധനത്തെയാണ് നമ്മൾ എൻ്റേതെന്നും പറഞ്ഞുകൊണ്ട് നടക്കണേ. മരിച്ചാൽ പിന്നെ വീട് വിട്ടിറങ്ങാത്ത ഈ കൂട്ടുകാരനാണ് എൻ്റെ വലിയ കൂട്ടുകാരനെന്ന്. രണ്ടാമത്തെ കൂട്ടുകാരനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിൻ്റെ വീട്ടുകാരാണ്. വീട്ടുകാർ ആരെങ്കിലും ഖബറിലേക്ക് ഇറങ്ങി വരുമോ? ഇറക്കി വെച്ചിട്ട് തിരിച്ചു കയറും അല്ലേ?
കൂടെ കിടന്നേക്കാം എന്നാരും കരുതൂലല്ലോ. അവിടെ തീർന്നു നിന്റെ വീട്ടുകാരുടെ ബന്ധം. രണ്ടാമത്തെ കൂട്ടുകാർ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ ഒരുമിച്ചുറങ്ങിയവർ, നിന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ പങ്കിട്ട നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കളൊക്കെയുള്ള അവരും പിരിയും. രണ്ടാമത്തെ കൂട്ടുകാരന് ഇത്രയേ ഉള്ളൂ. മൂന്നാമത് പറഞ്ഞ കൂട്ടുകാരനാണ് നിന്റെ അമൽ, നിന്റെ കർമ്മങ്ങൾ. അതാണ് നിന്നോടൊത്തെന്നും ഉണ്ടാവുക എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ അമലിനെ മറന്ന് നിങ്ങൾ ഈ ധനത്തെ മോഹിക്കരുതേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിലൂടെ നമ്മൾ പറഞ്ഞു ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഓർമ്മകൾ എപ്പോഴും മാഞ്ഞു പോവുകയാണ്, ഓർമ്മകൾ മങ്ങിപ്പോവുകയാണ്. യാഥാർത്ഥ്യ ബോധം മനുഷ്യൻ്റെ മനസ്സിൻ്റെ മുകളിൽ മാറാല കെട്ടുകയാണ്. അതാണ് മനുഷ്യൻ്റെ പ്രശ്നം. യാഥാർത്ഥ്യം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ മാറാല പിടിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മിപ്പിക്കല. ഫദക്കിർ നബിയെ, അങ്ങ് ഓർമ്മിപ്പിക്ക്. ഒരു മനുഷ്യന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ അത് ഓർമ്മിപ്പിക്കലാണ്, അറിയാത്ത കാര്യം പഠിപ്പിക്കലല്ല. അറിയേണ്ടതെല്ലാം അള്ളാഹു മനുഷ്യൻ്റെ സഹജാവബോധത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എല്ലാവനും അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. പക്ഷേ മങ്ങിയ ഓർമ്മകളിൽ, അവൻ്റെ ജീവിത വ്യവഹാരങ്ങളിൽ അവൻ്റെ ഓർമ്മകൾ മങ്ങുകയാണ്. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പരിശുദ്ധ ഖുർആൻ അതിന് ശേഷം പറയുകയാണ്, നീ അനാഥയെ പരിഗണിച്ചുവോ, നീ അഗതിക്ക് അന്നം കൊടുത്തുവോ, നീ അവകാശികൾക്ക് അവകാശം വിട്ടുകൊടുത്തുവോ, നീ ധനം വാരിക്കൂട്ടി ഹലാൽ ഹറാം ഭേദമില്ലാതെ തിന്നുവോ? അതാണ് നിന്റെ പ്രശ്നം. നീ ഇന്ന് വിലപിക്കേണ്ട ഗതികേടിലേക്ക് നീ എത്തിച്ചേർന്നത് അള്ളാഹു നിന്നിൽ നിന്ന് തിരിച്ചെടുത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് കല്ല ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. കല്ല ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ. അല്ല മോനെ, അല്ല ദാസ, നീ ഓർത്തുകൊള്ളണേ. ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ. നീ ഈ ഭൂമിയിലാണല്ലോ എല്ലാം സമ്പാദിച്ചത്, ഇതെല്ലാം നീ സ്വരുക്കൂട്ടി വെച്ചത്, നിൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് നീ കഴിക്കാനാവാതെ, ഉടുക്കാനാവാതെ, ആർക്കും കൊടുക്കാനാവാതെ നീ കൂട്ടിവെച്ചത് ആ ഭൂമി തന്നെ ഇതാ ദുഃഖത്തിൽ അർളുദക്കൻ ദക്ക അടിച്ചടിച്ചത് നിരത്തപ്പെടുമ്പോൾ, അടിച്ച് പരത്തി നിൻ്റെ, നമുക്ക് കാണാറുണ്ടല്ലോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന, കുത്തി പാഞ്ഞു വരുന്ന വെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ കല്ലുകളും മരങ്ങളും എല്ലാം ഒന്നിച്ചൊഴുകി വന്ന് ചില പ്രദേശങ്ങളെ തുടച്ചെടുത്തോണ്ട് പോകുന്ന കാഴ്ച കാണാറില്ലേ? അതുപോലെ അന്ത്യനാളാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ അടിച്ച് നിരത്തപ്പെടുകയും, ഭൂമി മൊത്തത്തിൽ നിരത്തപ്പെടുമെന്നല്ല, പർവ്വതങ്ങളെ ഇടിച്ച് നിരത്തപ്പെടുന്ന ഒരു ദിനമുണ്ട്. സൂറത്തുൽ വാഖിഅയിൽ നമ്മളത് പറയുകയുണ്ടായി. സൂറത്തുൽ വാഖിഅയും ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ ഭൂമി ആമൂലാഗ്രം ഇടിച്ച് നിരത്തപ്പെടാനുള്ളൊരു ഭൂമിയാണ്. നീ ഇവിടെ ഇട്ടുവെച്ചു പോയ സംഗതികളൊന്നും നിനക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്തുകൊണ്ട് ബാക്കിയാവുകയില്ല. നീ കൊടുത്ത് അവശേഷിപ്പിച്ചത് മാത്രമാണ് നിന്നോടൊപ്പം ബാക്കിയാവുക. അതുകൊണ്ട് ഇതാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമിയെ അടിച്ചുടച്ച് നിരപ്പാക്കപ്പെടുമ്പോൾ, വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ, നിന്റെ രക്ഷിതാവായ അള്ളാഹുവും മലക്കുകളും ഒന്നിനു പുറകെ ഒന്നായി സഫ് സഫായി അണിയണിയായി നിന്നെ വിചാരണ ചെയ്യാൻ, നിന്റെ കർമ്മങ്ങൾ വെച്ച് നിന്നെ വിചാരണ ചെയ്യാൻ വേണ്ടി കടന്നു വരികയും ചെയ്താൽ നിനക്കെന്ത് ബാക്കിയുണ്ടാകും? ഇതാണ് ഒടുക്കം. നോക്കി, എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ പിടിച്ചാണയിട്ട്, അത് ബോധ്യമില്ലാത്തവരെ ചരിത്രത്തിലൂടെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ട്, അതിനുശേഷം നിന്റെ കൈവശമുള്ള സമ്പന്ന ദാരിദ്ര്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നിന്നെ യഥാർത്ഥത്തിൽ നിനക്ക് നിലനിൽക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അത് നഷ്ടത്തിലേക്കും നിരാശയിലേക്കും കൂപ്പുകുത്താനുള്ള കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട്, പരിഗണിക്കേണ്ടവർ അനാഥകളെ, അഗതികളെ, യത്തീമുകളെ, അവകാശികളെ കാണണമെന്ന് പറഞ്ഞിട്ട്, ഇതെല്ലാം കൊടുക്കാതെ നീ ഭൂമിയിൽ കൂട്ടിവെച്ചേച്ച് പോയ ഈ ഭൂമിയെ നാളെ അടിച്ച് നിരത്തും, അന്നിത് തവിട് പൊടിയാകും. പരിശുദ്ധ ഖുർആൻ ആ വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് പല ഭാഗത്തും പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, യസ്അലൂനക അനിൽ ജിബാൽ, അവർ നബിയെ തങ്ങളോട് ഈ പർവ്വതങ്ങൾക്ക് എന്താണ് സംഭവിക്കുക ഖിയാമത്ത് നാളിലെന്ന് ചോദിക്കും. ഫഖുൽ, അവരോട് പറയുക നബിയെ, യൻസിഫുഹാ റബ്ബീ നസ്ഫാ, എൻ്റെ റബ്ബ് അതിനെ അടിച്ചുടച്ച് തരിപ്പണമാക്കും.
ഈ പർവ്വതങ്ങളെയാണ് അള്ളാഹു നിരത്തുക. വയദറുഹാ ഖാഅൻ സഫ്സഫാ, അത് സമനിരപ്പായ ഒരു മൈതാനമായി മാറും. ഈ നിമ്നോന്നതങ്ങൾ ഉണ്ടാവുകയില്ല ഈ ഭൂമിയിൽ, ഈ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുകയില്ല ഈ ഭൂമിയിൽ. അന്ത്യദിനം ഇങ്ങ് ആഗതമായാൽ ഈ നിമ്നോന്നതങ്ങളെയെല്ലാം അള്ളാഹു തകർത്ത് തരിപ്പണമാക്കും. വലാ തറാ ഫീഹാ ഇവജം വലാ അംദാ, അവിടെ നിനക്ക് ഒരു കയറ്റമോ ഒരിറക്കമോ കാണുകയില്ല. ഒരു പന്തുരുട്ടിയാൽ അവസാനം ചെന്ന് മുട്ടുന്നത് പോലെ ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ അടിച്ചുടച്ച് നിരപ്പാക്കി അള്ളാഹു ഒരു മൈതാനമാക്കി മഹിഷറയാക്കി മാറ്റുമെന്ന്. അന്ന് നിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ അള്ളാഹു തകർത്ത് കളയും. യസ്അലു, അള്ളാഹു പറയുന്നുണ്ട് മറ്റൊരിടത്ത്, വൈദല്ലർളു മുദ്ദത്ത്, ഭൂമിയെ അള്ളാഹു നീട്ടിവലിച്ച് നീട്ടിപ്പരത്തുന്നതാണ്. ഭൂമിയെ അള്ളാഹു നീട്ടിപ്പരത്തുമ്പോൾ വൽഖത് മാ ഫീഹാ വതഖല്ലത്ത്, നിരന്ന് പരക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അറിയാതെ പുറന്തള്ളപ്പെടുന്നതാണ്. ഭൂമിയുടെ ഉള്ളതെല്ലാം അങ്ങനെ പുറത്തോട്ട് വരും. മറ്റൊരിടത്തുള്ള പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ആമൂലാഗ്രം വൈബ്രേറ്റ് ചെയ്യപ്പെട്ടാൽ, അത് അടിമുടി വിറപ്പിക്കപ്പെട്ടാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, അതിൻ്റെ ഉള്ളിൽ നീ നിക്ഷേപിച്ചതെല്ലാം അത് പുറത്തു കൊണ്ടുവരികയും ചെയ്താൽ, അതിൻ്റെ ഉള്ളിൽ അല്ലാഹു നിക്ഷേപിച്ചിരുന്നതെല്ലാം പുറത്തു വരികയും ചെയ്താൽ, വൈബ്രേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ നിരത്തുന്നത് പോലെ ഭൂമിയെ വൈബ്രേറ്റ് ചെയ്ത് അല്ലാഹു തആല ഖാഅൻ സഫ്സഫാ, ഒരു സമനിരപ്പായ മൈതാനമായി നിരത്തി വിരിച്ചിട്ട് അല്ലാഹു ഇവിടെയാണ് നമ്മുടെ വിചാരണ നടത്തുക. ഈ വിചാരണയ്ക്കുള്ള ഒരു ഭൂമികയായി പടച്ച തമ്പുരാൻ ഇതിനെ മാറ്റും എന്ന് അല്ലാഹു ഒരിടത്തല്ല ഒരുപാട് പറയുന്നുണ്ട്. മൊത്തം ഭൂമിയെ ഇടിച്ചു നിരത്താറില്ല. അതിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ അല്ലാഹു തആല ഇടിച്ചു നിരത്തി ധൂളികളാക്കി ആ നിമ്നോന്നതങ്ങളെ അല്ലാഹു തആല നികത്തിക്കളയും. ഇന്നാ ജഅൽനാ മഅൽ അർളി സീനത്തൻ ലഹാ, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലാഹു ചില അഴകായി അലങ്കാരങ്ങളായി ചിലതിനെ എല്ലാം അല്ലാഹു തആല പൊക്കി നിർത്തിയതാണ്. പർവ്വതങ്ങളെ, താഴ്വാരങ്ങളെ, അവിടെ ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളെ ഭൂമിക്ക് അഴകായി അലങ്കാരമാക്കി അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. മാ അലൽ സീനത്തല്ലാഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, നിങ്ങളിൽ ഓരോരുത്തരും അവിടെ നല്ലത് ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് ആരെന്ന് കാണാൻ വേണ്ടിയാണ് ഭൂമിയെ നാം ഇങ്ങനെ ചില ഭാഗം ഉയർത്തിയത്, ചില ഭാഗം താഴ്ത്തിയത്. 9 കിലോമീറ്റർ ഹിമാലയം ഉയർന്നപ്പോൾ ഭൂമിയുടെ മറുഭാഗത്ത് 9 കിലോമീറ്ററിൽ ശാന്തസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മറീന ട്രഞ്ച് രൂപപ്പെടുത്തിയത്. ഇവിടെ ഉയർന്നപ്പോൾ അവിടെ താഴ്ന്നു, അവിടെ താഴ്ന്നപ്പോൾ ഇവിടെ ഉയർന്നു. അങ്ങനെ അള്ളാഹു ഇതിനെ സംവിധാനിച്ചതാണ്. ഈ നിമ്നോന്നതങ്ങളെ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ, അള്ളാഹു തആല ഇതിനെ അടിച്ചുടച്ച് നിരത്തി സമതലമാക്കി മാറ്റുന്നതാണ്. വഇന്നാ ലജായിലൂന മാ അലൈഹാ സഈദൻ ജുറുസ, നാം നാളെ ഇതിനെ മൊട്ടയായ ഒരു സമതല പരപ്പാക്കി മാറ്റുന്നതാണ് ഈ ഭൂമിയെ. ഇവിടെയാണ് മഹ്ശറ, ഇവിടെയാണ് ഹിസാബ്, ഇവിടെയാണ് കിതാബ്, ഇവിടെയാണ് ആദ്യ സ്വർഗം, ഇവിടെയാണ് ആദ്യ നരകം. എല്ലാം നിരപ്പാക്കപ്പെടുമ്പോൾ, വലിച്ചു നീട്ടപ്പെടുമ്പോൾ വഅൽഖത് മാ ഫീഹാ വതഖല്ലത്ത്, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അത് പുറത്തോട്ട് ഛർദ്ദിച്ച് അകം ശൂന്യമാകും, കാലിയാകും. ആ കാലിയാകുമ്പോൾ അകത്തുള്ള ഗന്ധകങ്ങൾ, അകത്തുള്ള ലാവകൾ, അകത്തുള്ള അപാരമായ താങ്ങാനാവാത്ത അപാരമായ ചൂടുണ്ടല്ലോ, അതെല്ലാം വെളിയിൽ വരും. നരകത്തിൻ്റെ വിശേഷണങ്ങളായി പറയപ്പെട്ടത് അത് തന്നെയല്ലേ. നരകത്തിൻ്റെ ഒരു ലെയറ് ഭൂമിയെ അടിച്ചുടച്ച് നിരപ്പാക്കപ്പെടുമ്പോൾ ഈ ഭൂമിയുടെ നരകം ഇവിടെ രൂപാന്തരപ്പെടും. ഭൂമിയുടെ പ്രാഥമിക സ്വർഗവും ഇവിടെ തന്നെയാണ്, പ്രാഥമിക സ്വർഗം. പക്ഷേ അതിനുശേഷം പിന്നെ സ്വർഗത്തിന് ഒരുപാട് പടവുകളുണ്ട്, അതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ്. അള്ളാഹു പറയുകയാണ്, ഇതാണ് വരാൻ പോകുന്ന നീ കെട്ടിപ്പിടിച്ചതിൻ്റെ ഭൂമിയുടെ പരിണാമം. അതുകൊണ്ട് വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് നരകവും കൊണ്ടുവരപ്പെടും. എവിടെ നിന്ന് കൊണ്ടുവരും? വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ, നരകത്തെ കാണാൻ പാകത്തിന് അല്ലാഹു തആല വെളിച്ചത്ത് കൊണ്ടുവരും. എവിടെയായിരുന്നു കാണാതെ കിടന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, അൽഖത് മാ ഫീഹാ വതഖല്ലത്ത്, ഈ ഭൂമി ഉടഞ്ഞമരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം വെളിയിലേക്ക് പുറന്തള്ളും. അതിൽ നിന്ന് നരകം രൂപപ്പെടും, അതിൽ നിന്ന് സ്വർഗവും രൂപപ്പെടും. സഹോദരങ്ങളെ, ഇതൊന്നും അസാധ്യമായ ഒരു സംഗതിയല്ല, ഇതൊന്നും അസാധ്യമല്ല, അള്ളാഹുവിന് സുസാധ്യമാണ്. അതുകൊണ്ട് ഓർത്ത് വെച്ചോളൂ, വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യനെല്ലാം മറന്നുപോയതെല്ലാം ഓർക്കും.
മറന്നുപോയതല്ല ഓർക്കും. മറവിയായിരുന്നല്ലോ നിന്നെ വേട്ടയാടിയത്, അല്ലേ? നീ പലതും മറന്നുപോയല്ലോ, അത് ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ അള്ളാഹു മോൻ്റെ പ്രവാചകനും ചെയ്തത്. ആരും ഇടപെടാതെ എല്ലാം ഓർത്തെടുക്കും. നിന്റെ ഓർമ്മകളിൽ അത് മങ്ങിക്കിടപ്പുണ്ട്. മങ്ങിക്കിടപ്പതുണ്ട് ഇമ്മലർ മുറ്റത്ത് മങ്ങിയ ജ്യോതിസിൻ കന്തളങ്ങൾ എന്ന് കവി പാടിയ പോലെ നമ്മുടെ മനസ്സിൽ അതെല്ലാം മങ്ങിക്കിടപ്പുണ്ട്, അല്ലേ? ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പച്ചിലക്കാട്ടിൽ പറക്കും കിളികളൻ കൊച്ചുകൈ തണ്ടിൽ കളിച്ചിരുന്നു, പൊൻപ്രഭ ചിന്നുന്ന തുമ്പികളൻ മുഖം ചുംബിച്ചൻ മുന്നിൽ പറന്നിരുന്നു. ഇതൊക്കെ നമ്മുടെ ഓർമ്മകളാണ്. 6-ാം വയസ്സിൽ കണ്ട കാഴ്ചകളാണ്. 60-ലും 80-ലും ഒരു കൂട്ടുകാരൻ ഓർമ്മിപ്പിച്ചാൽ ഓർമ്മിക്കുന്ന വിധത്തിൽ നിന്റെ ഉള്ളിലത് മങ്ങിക്കിടക്കുകയാണ്. എന്തിനാണ് ആ ഓർമ്മകളെ അവശേഷിപ്പിച്ചത്? നാളെ ഈ ഓർമ്മകൾ പുറത്തു വരാൻ. നരകം വരുമ്പോൾ, നരകം രംഗത്ത് വരുന്ന നിമിഷങ്ങളിൽ നരകം മാത്രമല്ല ഉയർന്നു വരുന്നത്, നിന്റെ അന്തർഭാഗത്ത് അന്തരംഗത്ത് മങ്ങിമയങ്ങിക്കിടക്കുന്ന നിന്റെ ഓർമ്മകളും പുറത്തു വരുമെന്ന് കണ്ടോ? നരകം പുറത്തു വരും. ഇൻസാൻ, അന്ന് തന്നെ നിന്റെ ഉള്ളിൽ ഓർമ്മകളായി മങ്ങിമയങ്ങിക്കിടക്കുന്നത് എല്ലാം പുറത്തു വരും, ഇല്ലേ? മറന്നുപോയ ഓർമ്മകൾ. 6 വയസ്സിൽ ഒന്നിച്ച് കളിച്ച ഒരു കൂട്ടുകാരൻ 90-ാം വയസ്സിൽ ഓർമ്മിപ്പിച്ചാൽ ഓർത്തു വരികയല്ലേ? അല്ലാഹ് അതെല്ലാം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളിൽ. അതുകൊണ്ട് ഇതൊക്കെ വിചാരണയ്ക്ക് വേണ്ടിയുള്ള ഉരുക്കളാണ്, കരുക്കളാണ്, ചരക്കുകളാണ്. അതുകൊണ്ട് അന്നാലഹുദിക്കറാ എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, എവിടെ നിന്നാണ് ഈ ഓർമ്മകളെല്ലാം ഇരമ്പിയാർത്തെത്തുന്നത്? എവിടെ നിന്നാണ് മറന്നു പോയത്, മറക്കാൻ ശ്രമിച്ചത്, ഓർക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് അവഗണിച്ച ഈ ഓർമ്മകളെല്ലാം അന്നാലഹുദിക്കറാ എവിടെ നിന്നാണെല്ലാം ഇരമ്പിയാർത്തെത്തുന്നത്? എല്ലാം ഒന്നും മറക്കാതെ ഓർമ്മയിൽ തെളിഞ്ഞു വരും. അതുകൊണ്ട് ഓർത്തു വെച്ചുകൊള്ളൂ, ഈ ഭൂമി പരിണാമ വിധേയമാണ്. ഈ ഒരു സുഖസൗകര്യാദികൾ സ്ഥായിയല്ല. ദാരിദ്ര്യവും ദുർഭിക്ഷതയും സ്ഥായിയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക, അതുമാത്രമാണ്. അത് അങ്ങനെ ഇതിനുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ലോകമാണിത്. അള്ളാഹു നമുക്ക് ആ തിരിച്ചറിവ് തരുമാറാകട്ടെ. അതിനാണ് ഈ ജീവിതം. ഇത് പരീക്ഷണമാണത് മാത്രമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് സൂറത്തുൽ ഫജ്ർ മാറി മാറി നമുക്ക് കൈമാറി തരുന്നത്. അള്ളാഹു ഇത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഭാഗ്യശാലികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുകയും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവൻ്റെ പ്രീതിക്ക് അനുയോജ്യമാം വിധം, നാളെ പരലോകത്ത് മുതൽക്കൂട്ടാകും വിധം അത് പ്രയോജനപ്പെടുത്തി അവകാശികൾക്ക് കൈമാറി ആനന്ദത്തോടെ അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.